പണം കൊടുത്താൽ ആ കുളത്തിൽ നിന്നും ആർക്കും മീൻ പിടിക്കാം. ഒരു ദിവസത്തേക്ക് $10 ഈടാക്കുക. വൈകുന്നേരമായിട്ടും മീൻ കിട്ടിയില്ലെങ്കിൽ ഒരു കോഴിയെ സൗജന്യമായി ലഭിക്കും. അവിടെ എത്തിയവരെല്ലാം ഓരോ കോഴിയുമായി പോവാൻ തുടങ്ങി. ആർക്കും മീൻ കിട്ടിയില്ല. ഇതിന്റെ രഹസ്യമറിയാൻ സന്ദർശകരിൽ ഒരാൾ കാവൽക്കാരനെ സമീപിച്ചു. അയാൾ പറഞ്ഞു, ഈ കുളത്തിൽ ഒരു മീൻ പോലുമില്ല. മുതലാളിക്ക് കോഴി ഫാം ഉണ്ട്. അവിടെ കോഴികൾ ദിവസവും മിച്ചം വരാറുണ്ട്. അവയെ വിറ്റു തീർക്കാൻ അദ്ദേഹം കണ്ടെത്തിയ മാർഗമാണിത്. പ്രശ്നങ്ങൾ രണ്ട് വിധമുണ്ട്: തനിയെ പരിഹരിക്കപ്പെടുന്നവയും പരിഹാരം ഉണ്ടാക്കേണ്ടവയും. ചില പ്രശ്നങ്ങൾക്ക് സമയം പ്രതിവിധി നൽകും. ആർക്കും അതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. കലങ്ങിയ വെള്ളം തനിയെ തെളിയണം. മുറിപ്പാടുകൾ തനിയെ മാറണം. ചില പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തണം. അസുഖം വന്നാൽ ചികിത്സിക്കണം. മഴ പെയ്താൽ കുട ചൂടണം. പരിശ്രമത്തിലൂടെ പരിഹാരം കണ്ടെത്തേണ്ട പ്രശ്നങ്ങൾക്ക് മുൻപിൽ പകച്ചു നിൽക്കുന്നവരുമുണ്ട്. പതറാതെ പിന്തിരിയാതെ മുന്നോട്ട് പോകുന്നവരുമുണ്ട്. ഒന്ന് മറിച്ചിടാനോ തിരിഞ്ഞു നിൽക്കാനോ തയ്യാറായാൽ പരിഹാരം താനെ ഉണ്ടാകും. പ്രതിവിധി പ്രശ്നത്തിനുള്ളിലാകാം, വെളിയിലാകാം. വെള്ളം കലങ്ങുന്നതിന്റെ കാരണം അടിത്തട്ടിലെ ചെളിയാണ്. അകം വൃത്തിയാക്കുക എന്നതാണ് പരിഹാരം. അലർജി ഉണ്ടാകുന്നതിന് കാരണം പരിസരമാകും. പുറം വൃത്തിയാക്കുക എന്നതാണ് മാർഗം. പരിധി വിട്ട് ചിന്തിക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും മാത്രമാണ് ബദൽ മാർഗങ്ങളുടെ രൂപരേഖ തെളിയുക.